അസ്സലാമലൈക്കും. ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത്. 1895 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നല്ല രസമുള്ള മെറ്റീരിയലാണ്, ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പൊ 1895 രൂപക്ക് ഓക്കെ എനിക്ക് ഇത് എടുക്കാൻ കഴിയും, എനിക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ. നിങ്ങൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് ഇട്ട് നടക്കാൻ പറ്റുന്ന പാറ്റേൺ. ഫുള്ള് ലൈറ്റ് കളേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഫുള്ള് ലൈറ്റ് കളേഴ്സ് ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള കളേഴ്സ് ആവുകയും ചെയ്യും, നല്ല ഭംഗി ഉണ്ടാവും ചെയ്തിട്ട്. കുറെ ആൾക്കാർ പറയണോട് കുറച്ച് ലൈറ്റ് കളർ കൊണ്ടുങ്ങൾ ഫുള്ള് ഡാർക്ക് പാറ്റേൺ കാണിക്കുന്നുണ്ട്. പിന്നെ അത് ലൈറ്റ് കുറച്ച് കൊണ്ടുവരാൻ വിചാരിച്ച് അങ്ങനെ ഇപ്പൊ ലൈറ്റ് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങള് ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോ. പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് കുറെ ആൾക്കാർ ചോദിച്ചു. ആദ്യമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പീസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന അടിയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറില്ലേ, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തതായൊക്കെ ഈ സാധനം എനിക്ക് വേണം, എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാനൊരു നമ്പർ ഞാൻ തരും. ആ നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിങ്ങളുടെ അഡ്രസ് ഒക്കെ തരുമ്പോൾ അതിനനുസരിച്ച് പോസ്റ്റ് വഴിയോ DTDC വഴിയോ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചിരുന്നതാണ് കേട്ടോ. അപ്പൊ മറക്കണ്ട കേട്ടോ, നല്ല ഉസാറ് സാധനമാണ്. ഇതിന്റെ ഷോള് ജോർജറ്റിൽ വരുന്നത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ഷോളാണ് വരുന്നത്. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. സിമ്പിള് സാധനമാണ് ചെയ്യുക. ഫസ്റ്റ് വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത്. നല്ല സിമ്പിൾ സാധനം കേട്ടോ, നല്ല പ്രിന്റഡ് ആണ്, നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ്. സോഫ്റ്റ് മസ്ലിൻ തന്നെയാണ് വരുന്നത് കേട്ടോ. വിസ്കോസ് മസ്ലിൻ അല്ല. വിസ്കോസ് മസ്ലിൻ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഒന്നും കൂടി കുഴ കൂടും. ഇത് കുഴയല്ല, എന്നാലും ഒരു കോട്ടൺ മിക്സ് ആണ് താനും. കോട്ടൺ അല്ല, ശരിക്കും ഒരു മസ്ലിൻ ആണ്, സോഫ്റ്റ് മസ്ലിനിൽ വരുന്നത്. കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല ഇതില്ല. അത്രയും നല്ല സുഖമുണ്ട്, നല്ല മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. കണ്ടില്ലേ, ഇനി ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. കണ്ട, ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരിക. ഈ ഒരു പോർഷനിൽ ഒന്നും ഉണ്ടാവില്ല, കട്ടിങ്ങോ കിട്ടിങ്ങോ ഒന്നും ഒരു വേറെ പ്രിന്റ് ഒന്നും ഉണ്ടാവില്ല. ഫ്രണ്ട് പോർഷനിൽ അങ്ങനെ ഒരു എന്തുണ്ടാവും ഇന്നുണ്ടാക്കി. ഫ്രണ്ടിൽ കണ്ടില്ലേ, ഒരു വർക്ക് പോലെ ഫീൽ ചെയ്യേണ്ട ഒരു പ്രിന്റ് വേറെ എക്സ്ട്രാ ചെയ്തിട്ടില്ലേ, അതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ. അതിന്റെ ഫ്രണ്ട് പോർഷന്റെ ഭാഗത്ത് തന്നെ എന്തിട്ടുള്ള ഒരു ലൈസ് ഇങ്ങനെ നമ്മളിങ്ങനെ അടിയിലുണ്ടല്ലേ, ആ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും. 1895 രൂപയാണ് വരുന്നത്. ധൈര്യമായിട്ട് എടുത്തിട്ടതാ. നല്ല ലൈറ്റ് ബ്ലൂ പറയാം ബോട്ടം വരും. ബോട്ടം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്ത് ചെയ്യാൻ, നിങ്ങളൊന്ന് വാഷ് ചെയ്തിടണം, നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ ഗമ്മൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പൊ ഒന്നും കൂടി ഒതുങ്ങി കിട്ടും. അപ്പൊ നമ്മുടെ കറക്റ്റ് അളവിനനുസരിച്ച് അടിച്ചാൽ അതുപോലെ കിട്ടും കേട്ടാ. ഷോൾ ഇതാ വരുന്നത്. ഞാൻ പറഞ്ഞേ അതൊക്കെ ഒരു പിടുത്തത്തിനുള്ളൂ. നമ്മളെ സാധാരണ ഒരു ഫോണിന്റെ അത്ര ഉണ്ടാവുള്ളൂ ഷോള്. ഇങ്ങനെ പിടിച്ചാൽ അതിനുള്ളിൽ കൊടുക്കും. ഫോണൊന്നും അല്ല, ഒരു പിടുത്തത്തിനുള്ളൂ ഷോള്. അത്ര സോഫ്റ്റ് ആണ് വരുന്നത്. നല്ല രസത്തില് ഇട്ട് യൂസ് ചെയ്ത് മുതലാക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ്. കാടത്തരം കാണിച്ചാൽ മക്കളിത് കാടത്തരം തിരിച്ചും കാണിക്കും കേട്ടാ. അപ്പൊ അതുകൊണ്ട് കാടത്തരം കാണിക്കാൻ നിൽക്കണ്ട. ഇതിമേലൊക്കെ നല്ല ഒതുങ്ങി നല്ല സൗഹൃദത്തിൽ കൊണ്ടുനടന്ന ഒരുപാട് കാലം ഉണ്ടാവും കേട്ടാ. എപ്പടി അതൊന്നും. പിന്നെ അടുത്ത് വരുന്നത് ചിക്കു കളറാണ് വരുന്നത്. നല്ല രസമുള്ള ചിക്കു കളറാണ് വരുന്നത്. നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒക്കെ ഇത് എന്ന് പറയുന്നത്. നല്ല വൃത്തി. ഞാൻ നല്ല രാത്രി പോണ സമയത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറയണെന്ന് പറഞ്ഞാല് നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ്. ഓരോ പീസ് നമ്മൾ മടക്കി അതിന്റെ ഉള്ളിലത്തെ പേപ്പറുകളും അതൊക്കെ എടുത്ത് കളഞ്ഞ് മടക്കി വെക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ മടക്കിയത്. കാരണം വെച്ചാൽ അത്രയും നല്ല സാധനമാണ്. നിങ്ങൾക്ക് അത്രയും നല്ല സാധനം കാണിച്ചു തരാൻ പറ്റുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ. നല്ല പീസാണ്. ബാക്ക് സൈഡ് കണ്ടില്ല, ഇതാണ് സെയിം തന്നെ, ഒരു മാറ്റമില്ല. ഇതാണ് സ്ലീവ് വരിക കേട്ടാ മക്കളെ. കേട്ടാ, ഇതാണ് സ്ലീവ് വരിക കേട്ടാ. അതാണ് സ്ലീവ് വരിക. നല്ല വൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇട്ട് മൊത്തലാക്കിയിട്ട് പോവാ. ബോട്ടം വരുന്നത്, ഇതാണ് ബോട്ടം വരിക കേട്ടാ. ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടാ. ഇങ്ങനത്തെ ഷോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഈ സാധനം ചെയ്യുന്നത് കേട്ടോ. നല്ല ഷിഫോണിൽ വരുന്ന മെറ്റീരിയൽ. അത് ജോർജറ്റ് പാറ്റേണിൽ മെറ്റീരിയൽ ആണ് ഇതിന്റെ. ജോർജറ്റ് അല്ല, ഷിഫോൺ കേട്ടാ. നല്ല ഷിഫോൺ, അതായത് ഭയങ്കര സോഫ്റ്റ് ഷിഫോൺ. ഭയങ്കര സുഖമായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്ന പാറ്റേൺ കേട്ടാ. ഇനി തലയിൽ സ്ലൈഡ് കുത്തിയിടുന്ന ആൾക്കാർ, പിന്നു കുത്തിയിടുന്ന ആൾക്കാർ ഓരോന്നും എടുക്കരുത് ഈ സാധനം. പിന്നുത്താണ് നിങ്ങൾ തലയിട്ടാൽ തലയോടൊക്കെ ഇടുന്നോളൂ. ബാങ്ക് കൊടുക്കുമ്പോൾ സമയത്ത് എക്സ്ട്രാ ഇങ്ങനെ എന്ത് ചെയ്യണ്ട, തലമുക്കൂടി ഇടേണ്ട ആവശ്യമില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തലേ തട്ടുണ്ട് എന്നുള്ള ഫീൽ ആയി ഉണ്ടായിക്കോളും കേട്ടാ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പിന്നുത്താനോ ഇതൊക്കെ നിൽക്കണ്ട, അതൊക്കെ കേടാവും. പറഞ്ഞില്ല എന്നാണ്. പിന്നൊന്നും കുത്താനുള്ള സാധനം അല്ലത്. തങ്ങൾ കുത്തരുത് പറയാനായിട്ട് കേട്ടോണ്ടി. ഇതാ എപ്പടി രസല്ലേ, നല്ല ഭംഗി ഉണ്ടാവും. അതൊക്കെ തലക്കെട്ടിക്കും. തലക്കെട്ടുന്നാണ് അതിന്റെ ഭംഗി. പിന്നെ ഇപ്പൊ വൺ സൈഡ് ഇടുന്ന ആൾക്കാരാണോ സുഖമായിട്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ കിടന്നാണ്. എത്ര നേരെ ഞാൻ കിടന്ന്. മറ്റുള്ള ഷോളൊക്കെ ഞാൻ ഇപ്പൊ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാവൂലേ,
ഇതുവരെ വീണില്ല സാധനം. ഇങ്ങനെ വലിച്ചിട്ട് എടുക്കണം, അപ്പോഴേ പോരുള്ളൂ സാധനം. അത്രയും നല്ല സാധനം. 1895 റുപ്യ ചില്ലറ പറ്റി നല്ല സാധനം. ഇനി അടുത്തത് ലൈറ്റ് ഓണിയൻ പിങ്ക് കളർ. ഓണിയൻ പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡ്, ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് കേട്ടാ. അതാ ഇതൊക്കെ ഭംഗി നോക്കിയ മക്കളെ, എമ്മാതിരി രസമുള്ള പാറ്റേണാ, എന്തൊരു ഭംഗിയാണ് കാണാൻ. എന്താ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് കേട്ടാ, കണ്ടില്ലേ? ഇതിന്റെ ബാക്ക് സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവര് ഇവരെന്ത് എന്താണ് കാട്ടിക്കൊടുത്തേ, മറ്റുള്ളതിനെ കൊടുക്കും, ഇതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട് കാണുന്നുണ്ടാവും. എനിക്ക് രസമുള്ള കളേഴ്സാന്ന് അറിയോ, നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത്. ഇതിന്റെ പാന്റ് ഇത് വരും എന്താ, നല്ല പാന്റാണ് വരെ, നല്ല ബോട്ടം, നല്ല ഷോള്. ഷോള് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല് ഷോളാണ് വരിക. നല്ല വൃത്തിയുള്ള അടിപൊളി ഷോളാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും മക്കളെ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്ക് പർച്ചേസ് ചെയ്തോട്ടാ. അടുത്തത് ഒരു ലൈറ്റ് ഗ്രീൻ, അതായത് ഷെയ്ഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള, നല്ല ലൈറ്റ് ഷെയ്ഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഗ്രീൻ ആണ് വരുന്നത്. അതുപോലെ ഓറഞ്ച് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. 47 തന്നെയാണ് ലെങ്ത് ഒക്കെ വരുന്നത് കേട്ടാ. നല്ല ലെങ്ത്, നല്ല വീതി, നല്ല ഒക്കെ ഉണ്ട്. നല്ല സുഖമായിട്ട് നമുക്ക് അടിച്ചിടാൻ പറ്റും. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. നല്ല വൃത്തി ഉണ്ടാവും, നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു 48 മേലെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിടുത്തം ഞാൻ ശരിയായിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണ് ഇനി ഒന്നിങ്ങോട്ട് കൊണ്ടും കൂടി ബാക്കിൽ കിടക്കാണ്ട്. അപ്പൊ 47 തന്നെയാണ് ലെങ്ത് വരിക കേട്ടാ. ഇപ്പൊ സംശയം മാറില്ല നിങ്ങളെ, ഇപ്പൊ സാധനങ്ങളെ മനസ്സിൽ വന്നില്ലേ, ഇത് 47 ഉണ്ടാവും എന്നുള്ളത്. 48 പറയില്ലേ, ഇപ്പൊ തീരുമാനമില്ലേ? എനിക്ക് നിങ്ങളെ നേരിട്ട് കാണുമ്പോ കിട്ടുന്ന ഫീൽ തന്നെയാണ്. ഇപ്പൊ മുന്നിൽ നിൽക്കണം, നിങ്ങൾ എല്ലാരും പാടെ നിൽക്കുമ്പോ ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ. അതുകൊണ്ട് പറഞ്ഞു തരണേ മക്കളെ. വെറുതാണ് ഇപ്പൊ സൈക്കോളജി ഒക്കെ പഠിച്ചേ, വെറുതാണോ? ഒക്കെ തന്നെ മനസ്സിൽ നമുക്കറിയാം. തീക്കൂട്ടി നോക്കിയാൽ തന്നെ കിട്ടും നിങ്ങൾ എല്ലാരും മനസ്സിൽ. ഇതാ എപ്പടി ഷോളൊക്കെ എങ്ങനെയാണ്, നല്ല രസമുള്ള ഷോള്. സംശയം, കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇത് നിക്ക് പറ്റുമോ എന്നുള്ള സംശയത്തിന് എല്ലാരും ഇരിക്കണ ഈ ഷോളൊക്കെ. ഒന്ന് ഇട്ടോക്കി നിങ്ങള്, ഇട്ട് നോക്കി ഒതുങ്ങി നിൽക്കണ കിട്ടണ സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഏത് ഷോളും ഏത് പാറ്റേൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ചില ആൾക്കാരുണ്ട് ട്രാൻസ്പെറന്റ് ആവാൻ ഇഷ്ടം, അതായത് നിന്റെ മുടി കാണുമോ, എന്റെ മുടി എടുത്ത് കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുമോ കാണില്ല, അങ്ങനത്തെ ആൾക്കാരെങ്കിൽ എടുക്കാൻ നിൽക്കണ്ട. ചെറുതായിട്ട് കാണും, അതായത് ഒരു ഷെയ്ഡ് പാറ്റേണിലായിട്ട് ഇത് കാണും കേട്ടാ. ഇനി അത് കുഴപ്പമില്ല എന്നുള്ളവരെല്ലാം എടുത്തോ, എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു കേട്ടാ. എങ്ങനെയുണ്ട്, രസമല്ലേ? എല്ലാം പറഞ്ഞു തരുന്നല്ലേ നമ്മള്, എല്ലാം പറഞ്ഞു തന്നില്ലെങ്കിൽ മോശമല്ലേ? എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാതും പറഞ്ഞു. ഇത് പിസ്ത ഗ്രീൻ, ലൈറ്റ് പിസ്ത ഗ്രീൻ, പിസ്ത ഗ്രീൻ, പിസ്ത സുമാക്കിറല്ല, പിസ്ത ഗ്രീൻ കേട്ടാ. പിസ്ത വെറുതെ സുമ്മല്ല, സുമാക്കിറല്ല പിസ്ത, നല്ല അടിപൊളി പിസ്ത വേണ്ടിട്ടാണ് ഉറച്ചിട്ടുള്ള പിസ്ത. ഏതാ സാധനം നടന്ന എല്ലാം അതാ പറഞ്ഞില്ല. ലൈറ്റ് കളർ എല്ലാരും ചോദിച്ചപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായി. ഞാൻ നേരം മടക്കണ സമയത്ത് പച്ച പിസ്ത, പച്ച പാന്റ്, പിസ്ത പച്ച ഇതില് ഷോളും കൂടി ഉണ്ട് കൊടുത്തിട്ട്. ഇതാ ആണല്ലേ, ഷോൾ ഉണ്ടല്ലേ. അങ്ങനെ വരുമ്പോ ഷോളിന്റെ ഒരു ഭംഗി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ എന്തൊരു രസമുള്ള ഷോളെന്നറിയോ. സെറ്റല്ലേ? ഇതാ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോട്ടാ. ഇതാണ് സ്ലീവ് വരികട്ടെ മക്കളെ. അല്ല ഇതാണ് സ്ലീവ് വരിക അല്ലേ, ഇതാണ് സ്ലീവ് വരിക ഉണ്ടല്ലേ, ഇവിടെയാണ് സ്ലീവ് വരുന്നത് കേട്ടാ. അപ്പൊ മറക്കണ്ട. അടുത്തത് ലൈറ്റ് യെല്ലോ കളർ. കുത്തി നിൽക്കുന്ന യെല്ലോ അല്ല, നമ്മ ചില യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ കുത്തി നിൽക്കും, ഇല്ലാന്ന് ഞാൻ പറയില്ല, നല്ല കുത്തുത്തും. ആ യെല്ലോ അല്ലത്. ഇത് സാധാരണ ഇട്ട് കഴിഞ്ഞാൽ ഓമനത്തം കിട്ടുന്ന ഫീലാണ്. ഒരു ജുജു ഒക്കെ കിട്ടും. ഇവിടെ പിടിച്ചിട്ട് ജുജു ആക്കൂല, നമ്മള് വല്യമാനൊക്കെ ആക്കൂല ഓരെ പോലെ. അതൊരു സ്നേഹമാണ്. വല്യമാനാക്കാന്ന് വെച്ചാൽ നിങ്ങൾ തള്ളായിട്ടോ അതായിട്ടൊന്നും അല്ല പറയണത്. നിങ്ങളോട് ആ സ്നേഹത്തിനെ പിടിച്ചാൽ നിങ്ങൾക്കിങ്ങനെ വല്യമാന ഇതാക്കണമെന്ന് പറയണ്ട, നിങ്ങൾ വല്യമ്മ ആവും അല്ലേ. അപ്പൊ ഒരു ജുജു കിട്ടുക അതൊരു സന്തോഷം. ആ ജുജു കിട്ടും ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാല്, നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. ബോട്ടം ഈ ചെക്കന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തേനും തരുന്നില്ലേ, അതിങ്ങനെ വിചാരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നൊക്കെ. ഷോള് മഞ്ഞയില് ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. 1895 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടാ. നല്ല രസമുള്ള പാറ്റേണാണ്. ഇനി വരുന്നത് ഒരു ബ്ലൂ ആണ്, പക്ഷെ അതൊരു ലാവൻഡർ മിക്സ് പോലത്തെ ഫീൽ ചെയ്യണം. നല്ല ലാവൻഡർ, ഡാർക്ക് ലാവൻഡർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്
ഇതിന്റെ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒക്കെ കൊടുത്തിട്ടുള്ള പ്രിന്റ് ഡാർക്ക് ലാവൻഡർ ആണ് കൊടുത്തിട്ടുള്ളത്. ഡാർക്ക് ലാവൻഡർ പാറ്റേൺ ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ നല്ല രസാക്കിയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആക്കി കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഗ്രേ ആണെങ്കിലും അതിന് ലാവൻഡർ കൊടുത്ത കാരണം ലൈറ്റ് ലാവൻഡർ ഫീൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് ഇതാ കണ്ടില്ലേ, ഫ്രണ്ട് പോർഷൻ ഇതാ, പാന്റ് ഇതാ, ലൈറ്റ് ഗ്രേ പോലെ തോന്നില്ലേ, പക്ഷെ ഇത് ലാവൻഡർ മിക്സ് ആയിട്ടും തോന്നില്ല ലൈറ്റ്. അത് തന്നെയാണ് ഇതിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. മാജിക് മെറ്റീരിയലാണ് മക്കളായിട്ട്, മാജിക് മെറ്റീരിയൽ. ഷോള് എങ്ങനെയുണ്ട്, ഷോൾ എങ്ങനെയുണ്ട്? ഇത് ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരാൻ കാരണം അറിയോ, ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കണ്ടാ ഒരു ഐഡിയ ഇട്ടല്ലോ. അപ്പൊ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ഇങ്ങനെ പിടിച്ച് കാണിച്ചാൽ, അതാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരുന്നത്. ഇവിടെ പിടിച്ച് ഫോട്ടോ എടുത്തിട്ടാ, സ്ക്രീൻഷോട്ട് അവിടെ എടുക്കരുത്. സ്ക്രീൻഷോട്ട് ഞാൻ ഇങ്ങനെ മെറ്റീരിയൽ ഇങ്ങനെ പിടിക്കുമ്പോൾ പിടിച്ച് എടുത്ത് തന്നാൽ മതി കേട്ടാ. നല്ല വൃത്തിയിൽ ഞാൻ പിടിച്ചുതരാം. ഇങ്ങനൊക്കെ പിടിച്ചിട്ട് എടുത്തന്നോ, കുഴപ്പമില്ല, ഒരു വിഷയമല്ല. എപ്പടി സെറ്റല്ലേ, നല്ല ഭംഗിയാണ്. 1895 രൂപ. ലാസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ പീച്ച് കളർ, നല്ല പീച്ച്, നല്ല ഒറിജിനൽ പീച്ച്. അതായത് പീച്ച് എന്ന് പറയുമ്പോ ഇതാണ് പീച്ച്. ഇത് മഞ്ഞ ഡാർക്ക് ആയ വേറെ കളറാവും, ലൈറ്റ് ആയ വേറെ കളറാവും. പക്ഷെ ഇതാണ് ഒറിജിനൽ പീച്ച് കളർ. അല്ല നല്ല ഭംഗിയിൽ ഇടാൻ പറ്റും. എത്രയോ ആൾക്കാർ ഒറിജിനൽ പീച്ച് ഇട്ട കാലങ്ങൾ മറന്നുണ്ടാവും. നമ്മൾ പീച്ചിന്ന് പല ടൈപ്പ് കളർ മിക്സിങ്ങിലൊക്കെ വന്നിട്ട് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ആക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പീച്ച് ഇട്ട കാലം കുറെ ആയിട്ടുണ്ടാവും. കുറെ ആൾക്കാർക്ക് മടുത്തുണ്ടാവും പീച്ചിട്ടിട്ട്. പക്ഷെ പീച്ചായിട്ട് നിങ്ങൾ ഇട്ടിട്ട് വർഷങ്ങളായി. അപ്പൊ ഇതാ ഇപ്പൊ തന്നെ ഞാനിത് നിങ്ങൾക്ക് 2024 കൂടുന്ന നിൽക്കണം. കണ്ട നിങ്ങളെ വീട്ടിലത്തെ ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ആൺകുട്ടികള്, ഇന്ന് രാത്രി മുതൽ ഉറക്ക് ഭയങ്കര കുറവാക്കാരം. ഈ ഒരു മാസം അടുത്ത മാസം വളരെ ഉറക്ക് ഭയങ്കര കുറവ്. കാരണം വെച്ചാല് ഇന്ന് രാത്രി 12:30 യൂറോ കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഫുട്ബോള് അത് സ്റ്റാർട്ട് ചെയ്യും 12:30, 1:30, 2:30 ആകുമ്പോ കളി കഴിയും. 2:15 ആകുമ്പോ കളി കഴിയും. അവരപ്പൊ ഒന്ന് കെട്ടിക്കും. ഒന്ന് കിടന്നുണ്ട് ഉറക്കം. അടുത്ത അലാറം വെച്ച് എപ്പോഴാണെന്നറിയോ, 5:20. 5:20 അലാറം വെച്ചിട്ട് എണീക്കും. 5:30 അർജന്റീനയുടെ കളി തുടങ്ങും. അത് സൗഹൃദം അതിരുന്ന് കാണാം. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കളി 2:30 തീരുള്ളൂ. അത്തരം 3 കളിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരും കേട്ടാ. പിന്നെ പുലർച്ചെ 21-ാം തീയതി, അടുത്ത ആഴ്ച 21-ാം തീയതി പുലർച്ചെ കളി തുടങ്ങുന്നുണ്ട്. ഉറക്കുണ്ടാവില്ല. ഈ ഒരു മാസം ഒറ്റ വീട്ടിലും കള്ളം കയറൂല. അറിയാക്കത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഫുട്ബോൾ കൊണ്ടുള്ള ഗുണാണത്. പാതിര വരെ ചെക്കന്മാര്, പുലർച്ചെ വരെ ചെക്കന്മാര് കളി കാണുന്ന മാസങ്ങളാണ് ഈ വരുന്നത്. അടിച്ച് പൊളിക്കും. എന്റെ കണ്ണൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചോട്ടാ, ഉറക്കെ വിചാരിക്കും കുറച്ച് മാസത്തിന്. എങ്ങനെയുണ്ട് ഷോളൊക്കെ? നല്ല രസം ഉണ്ടാവും, നല്ല വൃത്തി ഉണ്ടാവും, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും, നല്ല പവർഫുൾ ആയിരിക്കും ട്ടാ. എന്ത് ഭംഗിയാന്നറിയാം. എന്ത് സാധനം അടിപ്പിന്റെ ഗുണമായിരിക്കും വൃത്തി കിട്ടുക. ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ഗുലുമാല് ചങ്ങായി അടുത്ത് നിങ്ങൾ കൊണ്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലൊരു പെൺകുട്ടിനെ കൊണ്ടുപോയിട്ട് ഒരു ഉടായ്പ ചങ്ങായിരെ കൈ കൊടുത്താൽ എന്തായിരിക്കും, ഓളെ മോന്ത ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കൊളാക്കുന്ന അർത്ഥം. അതുപോലെ കൊളാക്കാൻ നിൽക്കണം, നല്ല സ്ഥലത്ത് തന്നെ കൊടുക്കുക. ടൈലറിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നല്ല ടൈലറിങ് ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന വേറൊരു സ്ഥലം ഉണ്ടാവും. ഈ സ്ഥലത്തുള്ള ആൾക്കാർ പല കംപ്ലൈന്റുകളും വരും. പക്ഷെ നമ്മളത് പൊരുത്തപ്പെടാൻ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടാണ്. അത് നമ്മൾ പൊരുത്തപ്പെടും, കുഴപ്പമില്ല, സെറ്റാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് നമ്മൾ കൊടുക്കും, നല്ല വൃത്തിയുണ്ട്, എല്ലാവരും അഭിപ്രായം അടിപൊളി. പക്ഷെ അനക്കൊരു പ്രശ്നം ഉണ്ടാവും, പോരാ, ആളുടെ അത്തരം പോരാ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടം അതായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ടൈലറിങ്. നമ്മളാണ് പൈസ കൊടുക്കണം എന്നുള്ള ചിന്ത എപ്പോഴും നമ്മൾ മറന്നു പോണ ഒരു സ്ഥലമാണ് ടൈലറിങ് എന്ന് പറയുന്നത്. നമ്മൾ പറയണ മോഡലിൽ അവർ അടിച്ചു തരണം. അവിടെ നമ്മൾ മറന്നു പോകും. നമ്മൾ ഇവിടെ കൊടുക്കാറുള്ള ചേട്ടനൊക്കെ ഉണ്ട്, കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ലാണ്. ഇതിനൊരു ചേച്ചി ഉണ്ട്, ഒരു രക്ഷയിൽ രണ്ടാളത്തെ അത് വേറെ അവിടെ കൊടുക്കൂല. പല സ്ഥലത്തും പോലത്തെ ഓരോരുത്തർ കാണാൻ ഇങ്ങനെയൊക്കെ നിൽക്കണ പാൻറ്റൊക്കെ ആയിട്ട് വരുന്നത്. ഒരു കാലം ചിലപ്പോൾ ഇങ്ങനെ, ഒരു കാലം മേൽക്കും. ഇത്രയൊക്കെ ഡിഫറന്റിൽ കിട്ടുക. എന്താ ഇത് സ്ലിറ്റൊക്കെ ഇവിടെ കിടക്കണം, ഇങ്ങനെ മറഞ്ഞ് കിടക്കണം സ്ലിറ്റൊക്കെ. ഒരു തരത്തിലും വൃത്തിയില്ലാത്ത പാറ്റേൺ സ്റ്റിച്ചിങ് ആണ്. അതൊന്നും ഇതാക്കണം. ഇപ്പൊ നമ്മളെ പിന്നെ എന്തായാലും ആൾക്കാരൊന്നും മേടിക്കണില്ല, സ്റ്റിച്ച് ചെയ്ത് തരാന്നുള്ളതൊന്നും ഞാൻ പറയണില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇൻഷാ അല്ലാ നല്ല 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 സ്ഥലത്തൊക്കെ കൊടുക്കാൻ നോക്കും. ഇത്രയും നല്ല മെറ്റീരിയലൊക്കെ കിട്ടിയിട്ട് കൊള്ളാക്കരുത് എന്നർത്ഥം. ചുറ്റിക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ കൊള്ളാക്കരുത്. ഓക്കെ, നല്ല വൃത്തിയിലിടുക. അഭിപ്രായങ്ങളെ കൊണ്ട് പുകഴ്ത്തി മേലെത്തണം. സെറ്റല്ലേ? പിന്നെ അടുത്ത വീഡിയോയിൽ കാണല്ലേ.
അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ്റെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം. അപ്പൊ ഇൻഷാല്ല ദ്വാര കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കേട്ടാ ഉഷാറാവണം നിക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ കളക്ഷൻ്റെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ മക്കളെ. ഓക്കെ ബൈ.